ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പൊട്ടറ്റോയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അത് ഇതുപോലെ നന്നായി തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് കുഞ്ഞായിട്ട് അരിയണം. ഇത്രയും ചെറുതായിട്ട് വേണം അരിയാൻ. ഞാനൊരു പച്ചമുളക് എടുത്ത കാരണമെന്ന് വെച്ചാൽ ഇത്രയും അതിന് മതിയാവും. കാരണം ഒരു 250 ഗ്രാം ചിക്കൻ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും നല്ല പീസ് നോക്കി എടുക്കണം. പിന്നെ ഒരു പൊട്ടറ്റോ, ഇത് രണ്ടും കൂടെ പൊട്ടറ്റോയും തൊലി കളഞ്ഞ് ചിക്കനും കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ട് ഒരുമിച്ച് തന്നെ ഇട്ട് ഒരു 1-1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. പൊട്ടറ്റോ സെപ്പറേറ്റ്, ചിക്കൻ സെപ്പറേറ്റ് വേണമെങ്കിലും ഇടാൻ കുഴപ്പമില്ല. വേവിക്കാൻ വയ്ക്കുമ്പോൾ അല്പം ഉപ്പ് കൂടെ ഇട്ട് വയ്ക്കുക. പിന്നെ ഒന്നിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ അത്രയും ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പൊട്ടറ്റോ മാത്രമായിട്ട് വേവിക്കുകയാണെങ്കിൽ തൊലി കളയണം എന്നില്ല, നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിലിട്ട് വേവിച്ചാലും മതി, പ്രശ്നമില്ല. എന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് തൊലി കളഞ്ഞിട്ട് എടുക്കാം. ഇത് ഒരു 4-5 അടി വിസിൽ കേൾക്കുന്ന വരെ വച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാന് അല്ലെങ്കിൽ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അത് നന്നായി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ, അല്പം മാത്രം മതിയാവും, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് നല്ല ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക്, ഇത് ഇത്രയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇതിലും അല്പം ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇത് ഇങ്ങനെ ഇട്ട് നമ്മളൊന്ന് ചൂടാക്കുന്ന എന്തെന്ന് വെച്ചാൽ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാരണം ഉള്ളിയൊക്കെ കഴുകി വയ്ക്കുമ്പോൾ ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം, വേറെ ഒന്നും ചേർക്കണ്ട. ഇപ്പോൾ ഉള്ളി ഇതുപോലെ വശക്കിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ചെറിയ ഉള്ളി കഴുകി വൃത്തിയായിട്ട് അരിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ആ വെള്ളം ഊറാനായിട്ട് നമ്മൾ ചോറൊക്കെ വടിച്ചെടുത്തില്ല, അതുപോലെ ഒന്ന് ഊറ്റി എടുത്താൽ മതിയാവും. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് പോവും. അങ്ങനെ എടുത്താലും മതി. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ റസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മിൽക്ക് റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ജീരകത്തിൻ്റെ എന്തൊക്കെ ഫ്ലേവറുള്ളതുണ്ടല്ലോ, അത് നമുക്ക് വേണ്ട. റസ്ക് ഞാൻ ഇതുപോലെ ഒരു പാക്കറ്റിലെ പകുതി എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. 3 മുട്ടയുടെ വെള്ളയും. ചിക്കൻ ഇതുപോലെ നമ്മൾ എല്ലൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ വശക്കി വെച്ചിരിക്കുന്ന ആ ഉള്ളിയിലേക്ക് ആ പൊട്ടറ്റോയും ചിക്കനും കൂടെ ഇതുപോലെ ഇട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ, ഞാനിപ്പോൾ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ അതിൽ ആക്കിയിട്ട് ആദ്യം നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഡിപ്പ് ചെയ്യണം. എന്നിട്ട് റസ്ക് പൊടി ഉണ്ടല്ലോ അതിലേക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പൊരിക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തത് ഒരു പാന് നമുക്ക് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കോട്ടെ. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഇതും എടുത്ത് ഓരോന്നോരോന്നായിട്ട് വയ്ക്കുക. പതുക്കെ തിരിച്ചിടാൻ പാടുള്ളൂ. ഇട്ട് ചുമ്മാ ഇളക്കരുത്. ബ്രൗൺ നിറമാകുമ്പോൾ ഇച്ചിരി നല്ല ബ്രൗൺ ആയിക്കോട്ടെ, അതുവരെ ഒന്നാക്കിയിട്ട് അടുത്ത സൈഡിൽ ഇതുപോലെ ഒന്ന് മറിച്ചിടണം. 2 സൈഡും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അവർക്കൊരു സ്നാക്സായിട്ട് വൈകുന്നേരം കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ കട്ട്ലറ്റ് റെഡി. താങ്ക് യു.